വി ഡി സതീശൻ എന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് യു.ഡി.എഫിന്റെ മുഖമായി നിൽക്കുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് തടയുന്ന നിരവധി ആഭ്യന്തരവും ബാഹ്യവുമായ പ്രതിസന്ധികളുണ്ട്. സതീശന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അദ്ദേഹം ഒരു മികച്ച പാർലമെന്റേറിയൻ ആണെങ്കിലും ജനകീയമായ ഒരു വികാരം സൃഷ്ടിക്കുന്നതിൽ ചില പരിമിതികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലാണ് കേട്ടോ ഇത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും പ്രബലമായ രണ്ട് ഗ്രൂപ്പുകളുടെയും പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പഴയകാല നേതാക്കളായ ഉമ്മൻചാണ്ടിയെ പോലെ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു വാത്സല്യഭാവം അണികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും അദ്ദേഹത്തിന് കഴിയാത്തത് ഒരു വലിയ പോരായ്മയാണ്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയെ പോലെയുള്ളവർ ഇപ്പോഴും സജീവമായി തന്നെ രംഗത്തുള്ളപ്പോൾ അവരെ മറികടന്ന് ഒരു സമവായത്തിൽ എത്തുക എന്നത് സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കൂടാതെ KPCC അധ്യക്ഷൻ കെ സുധാകരനുമായുള്ള ആശയപരമായ ഭിന്നതകളും ഭരണപരമായ ശൈലിയിലെ വ്യത്യാസങ്ങളും പാർട്ടിക്കുള്ളിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. ഒരു മുന്നണിയെ നയിക്കാൻ വേണ്ടത് ആ നയതന്ത്രജ്ഞത പ്രകടിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന വിമർശനം ഘടകകക്ഷികൾക്ക് ഇടയിൽ പോലും ഉയരുന്നുണ്ട്. കേരളത്തിലെ നിർണായകമായ സാമുദായിക ശക്തികളുമായി, പ്രത്യേകിച്ച് NSS പോലുള്ള സംഘടനകളുമായി അദ്ദേഹം പുലർത്തുന്ന തുറന്ന പോര് വോട്ട് ബാങ്കുകളിൽ പലപ്പോഴും വിള്ളലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ KCA പോലെയുള്ളവരുടെ ഇടപെടലുകൾ നിർണായകമായതും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതുമാണ്. ആദർശപരമായ നിലപാടുകൾ പറയുന്നതിനിടയിൽ പ്രായോഗിക രാഷ്ട്രീയത്തിലെ വിട്ടുവീഴ്ചകൾ VD വിസ്മരിച്ചു പോകുന്നുണ്ടോ എന്നതും ഒരു പ്രധാന പോരായ്മയാണ്. സതീശന്റെ വ്യക്തിപരമായ ഇമേജ് ബിൽഡിംഗ് രീതികളും വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ കയ്യടികൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം ദുർബലമാകുന്നു എന്ന പരാതി വ്യാപകവുമാണ്. സാധാരണക്കാരായ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനേക്കാൾ ടെലിവിഷൻ ചർച്ചകളിലും നിയമസഭയിലെ പോയിന്റുകളിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന തോന്നൽ ഒരു വിഭാഗം വോട്ടർമാർക്കിടയിലുണ്ട്. ഇത് അദ്ദേഹത്തിന് ഒരു അക്കാദമിക് പരിവേഷം നൽകുന്നുണ്ട് എങ്കിലും ഒരു ജനകീയ നേതാവ് എന്ന നിലയിലുള്ള സ്വീകാര്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ BJP കേരളത്തിൽ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനേക്കാൾ ഇടതുപക്ഷത്തെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നു എന്ന വിമർശനവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും സാമുദായിക സംഘടനകളുടെ എതിർപ്പും ജനകീയ അടിത്തറയുടെ അഭാവവും VD സതീശന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായാൽ പോലും അത് വോട്ടാക്കി മാറ്റാൻ ആവശ്യമായ ഒരു ഐക്യനിരയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവിടെ അവശേഷിക്കുകയാണ്. എന്നാൽ ഇന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ സകല മൈക്കുകളും വകഞ്ഞു മാറ്റിയായിരുന്നു സതീശന്റെ പോക്ക്. എറണാകുളം പറവൂരിലെ ഡോൺ ബോസ്കോ പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് കാൽനാട്ടിലൊക്കെ കഴിഞ്ഞ് ഓടിപ്പോകുന്ന സതീശനെയാണ് നമ്മൾ കണ്ടത്. നാട് നീളെ ഫ്ലക്സ് ഉയരുമ്പോഴും സതീശന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ ഘടകങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ സാധ്യതയില്ല എന്നും പറയേണ്ടി വരും. ബാക്കിയൊക്കെ കാത്തിരുന്നു കാണാം. ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള വിളി ആളും കൂടി ഉണ്ടാവുള്ളൂ. എന്താണ് എക്സിറ്റ് പോളുകളൊക്കെ ഒന്ന് UDF-ന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിനെ കുറിച്ചെങ്കിലും ആ വോട്ടെടുപ്പിന് ശേഷമുള്ള പൂർണ്ണ വിശ്വാസമുണ്ടോ? എന്താണ് പ്രതീക്ഷ? എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാതിരിക്കാനുള്ള കാരണം നാളെ വാണ്ടർ പോണേ. ഇന്ന് പോവോ? ഇന്ന് പോകുമ്പോ നോക്കണം. നാളെ തിരുവനന്തപുരത്താണപ്പോ മുഖ്യമന്ത്രിയെ പറയുന്നത്. ഈ പള്ളി വികാരിയൊക്കെ ആശംസക അറിയിച്ചിട്ടുണ്ട്.